സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിയിൽ കേരളത്തിന് ആശ്വാസം. കേരളത്തിന് കടമെടുക്കാമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. ഇടക്കാല ഉത്തരവ് ഉടനുണ്ടാകും. കേരളത്തിന് സാമ്പത്തിക സഹായം തേടേണ്ട അടിയന്തര സാഹചര്യമുണ്ട് എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ശ്യാം ദേവരാജ്, മാർച്ച് എങ്ങനെ കടന്നുപോകുമെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇന്നൊരു ഇടക്കാല വിധി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. ആ പ്രതീക്ഷ സഫലമായിരിക്കുന്നു. എത്ര കോടി രൂപയാണ് കേരളത്തിന് കടമെടുക്കാൻ കഴിയുക? കേരളത്തിന് കടമെടുക്കാൻ കഴിയുക 13,000 കോടി രൂപയാണ് അടിയന്തരമായി കേരളത്തിന് കടമെടുക്കാൻ കഴിയുക. കാരണം ഇത് ഈ സുപ്രീം കോടതി തന്നെ ഇക്കാര്യത്തിൽ ഒരു അനുമതി കേരളത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി 13,608 കോടി രൂപയ്ക്ക് ബാക്കി കടമെടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തൂ എന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഈ നിർദ്ദേശം കേരളവും കേന്ദ്ര സർക്കാരും ഒരുപോലെ അംഗീകരിക്കുകയും ചെയ്തു. 13,000 കോടി രൂപ അടിയന്തരമായി കേരളത്തിന് കടമെടുക്കാനുള്ള അനുമതി നൽകുകയും ചെയ്യും, കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിന് ഇത് ഏറ്റവും ആശ്വാസകരമായ ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. കാരണം കേരളത്തിനെ സംബന്ധിച്ച് ഇത് ഇടക്കാല ഉത്തരവാണെങ്കിലും ഇടക്കാല ഉത്തരവിന് അപ്പുറത്തുള്ള ഒരു ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം തന്നെ പറയാൻ. കാരണം കേരളം ഉന്നയിച്ച വാദങ്ങളെയെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടിയും. ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഇതിനെ എതിർത്ത് പറഞ്ഞത് കേരളം സാമ്പത്തികമായ ഒരു സ്വയം പര്യാപ്തതയിലല്ല, കേരളം ക്ലച്ചസിലാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പരിഹസിച്ചത്. ഇത്തവണ സഹായിക്കാം, പക്ഷെ എന്നും സഹായം ഉണ്ടാവില്ല എന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ വെങ്കിട്ടരമണി അറ്റോർണി ജനറൽ പറയുകയും ചെയ്തത്. സ്വയം പര്യാപ്തത നേടണം എന്നും കേന്ദ്ര സർക്കാർ കേരളത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സുപ്രീം കോടതിയുടെ ഒരു നിലപാട് വന്നതിന് ശേഷം, അതായത് 13,000 കോടി രൂപ അടിയന്തരമായി വിട്ടു നൽകണം എന്ന, അല്ലെങ്കിൽ കടമെടുക്കാൻ അനുവദിക്കണം എന്നുള്ള ഒരു ഉത്തരവ് കോടതി അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു ശ്യാം, നിലപാട് കേസിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയോ? ഈ ഒറിജിനൽ സ്യൂട്ട് ഇതോടുകൂടി അവസാനിക്കുകയാണോ, അതോ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത്തരം പ്രശ്നങ്ങൾ വരികയാണ് എങ്കിൽ ഇതേ സ്യൂട്ടിൽ കേരളത്തിന് റിലീഫ് തേടാൻ കഴിയുമോ? ഈ ഹർജി അവസാനിച്ചിട്ടില്ല. കാരണം ഈ ഹർജി തീർപ്പാക്കിയിട്ടുമില്ല. ഇതിലൊരു ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഹർജിയിൽ കാരണം ഇടക്കാല ആശ്വാസം എന്ന നിലയിലാണ് 13,000 കോടി രൂപ അടിയന്തരമായി കടമെടുക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതുപോലെ തന്നെ അടിയന്തരമായി 13,000 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് അധികാരം ലഭിക്കുന്നത്, അല്ലെങ്കിൽ അവസരം ലഭിക്കുന്നത്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ചർച്ച മുന്നോട്ട് പോകാൻ സുപ്രീം കോടതി തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ആ ചർച്ചയുടെ കൂടി ഉൽപ്പന്നം എന്ന നിലയിൽ അത് സുപ്രീം കോടതി അറിയിക്കുകയും സുപ്രീം കോടതി പിന്നീട് ഈ ഹർജി പരിഗണിക്കുന്ന സമയങ്ങളിലെല്ലാം അത് സംബന്ധിച്ച കൂടുതൽ വാദവും കേൾക്കുകയും ചെയ്യും. സുപ്രീം കോടതി തന്നെ ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കുന്നത്, ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇതിലൊരു പരാമർശമായി പറയുന്നത്, ഇത്തരം ഒരു സാമ്പത്തിക തർക്കം, അതായത് രണ്ട് സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു സാമ്പത്തിക തർക്കം സുപ്രീം കോടതിയുടെ മുന്നിൽ ഒരു ഒറിജിനൽ സ്യൂട്ടായി വരുന്നത് തന്നെ ഇത് ആദ്യമായാണ്. മാത്രമല്ല, സുപ്രീം കോടതി തന്നെ ഇതിൽ നിരീക്ഷിക്കുകയും ചെയ്യുന്ന കേരളത്തിന് അടിയന്തരമായ സാമ്പത്തിക സഹായം നേടേണ്ട അടിയന്തര സാഹചര്യമുണ്ട് എന്ന് കൂടി സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട് എന്നതാണ് കേരളത്തിന് ഏറ്റവും ആശ്വാസകരമായ കാര്യവും. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ സുപ്രീം കോടതി സമ്പൂർണ്ണമായും തള്ളുകയാണ്. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് സാമ്പത്തികമായി മുന്നോട്ട് പോകാൻ കടമെടുപ്പ് അനിവാര്യമാണ് എന്ന സംസ്ഥാന സർക്കാരുടെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരം ഒരു നിലപാട് കൂടി സ്വീകരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇടക്കാല ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്നും അല്പസമയത്തിനുള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. 13,000 കോടി രൂപ കടമായി കേന്ദ്ര സർക്കാർ അനുമതി നൽകുന്ന 13,000 കോടി രൂപ വാങ്ങിക്കൂടെ എന്ന് കോടതി ചോദിക്കുന്നു. കേന്ദ്രം പറയുന്ന 13,000 കോടതി വാങ്ങിക്കൂടെ എന്നാണ് കേരളത്തോട് കോടതി ചോദിച്ചത്. ഈ പണം അല്ലെങ്കിൽ തന്നെ കിട്ടാനുള്ളതാണ്, നിയമപരമായി കേരളത്തിന് കിട്ടാനുള്ള പണമാണ് ഈ തുക എന്നാണ് കപിൽ സിബൽ സുപ്രീം കോടതിക്ക് മുന്നിൽ വിശദീകരിക്കുകയും ചെയ്തത്. ഈ 13,000 കോടി രൂപ വാങ്ങാമെന്ന് കേരളം സമ്മതിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് പക്ഷേ 15,000 കോടി രൂപ കൂടി വേണ്ടതുണ്ട് എന്ന കാര്യവും കൂടി കപിൽ സിബൽ, കേരളത്തിന്റെ അഭിഭാഷകൻ, സുപ്രീം കോടതിയെ അറിയിക്കുന്നത്. അപ്പോഴാണ് ആ നിർദ്ദേശം സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നത്. അതിന്മേൽ ചർച്ചകൾ വീണ്ടും സമവായ ചർച്ചകൾ നടത്തൂ എന്ന കാര്യവും കൂടി പറയുന്നത് കേന്ദ്ര സർക്കാരിന് വളരെ തിരിച്ചടി, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് കേരളത്തിന് വളരെ ആശ്വാസകരമായ ഒരു വിധിയാണ് ഈ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം, ഏറ്റവും ആശ്വാസകരമായ കാര്യവും. കാരണം
കേരളം അടിയന്തരമായി 26,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു സുപ്രീം കോടതിയിൽ ആവശ്യമായി ഉന്നയിച്ചത്. ആ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നതാണ്. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകുന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിയിൽ കേരളത്തിന് ആശ്വാസം. 13,000 കോടി രൂപ കേരളത്തിന് കടമെടുക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നു.